ടു കൊമേഴ്സ് ഫാമിലി. അപ്പൊ നിങ്ങളുടെ അവസാനത്തെ ക്രിസ്മസ് എക്സാം നിങ്ങൾ എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ്. പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. കാരണം ഇനി നമുക്ക് സമയമില്ല. അതൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ എക്സാമും മെയിൻ എക്സാമും കൂടെ ഉള്ളൂ. ക്രിസ്മസ് എക്സാം ദാ കഴിഞ്ഞു എന്ന് തന്നെ വിചാരിച്ചോ. കാരണം നമ്മൾ ഓണപരീക്ഷ എഴുതി അങ്ങോട്ട് വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. മിസ് ഇത്ര പെട്ടെന്ന് ക്രിസ്മസ് എക്സാം ആയോ എന്നാണ് നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സമയം പൊക്കോണ്ടിരിക്കുവാണ്. നമ്മളിപ്പോൾ കണ്ണടച്ച് ഓർക്കുമ്പോഴത്തേക്ക് ക്രിസ്മസ് എക്സാം കഴിയും. ഉടനെ തന്നെ മോഡൽ എക്സാം വരും. അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാം വരും. നിങ്ങൾ പാസ് ഔട്ട് ആവും. നിങ്ങൾ വേറെ കോഴ്സസ് എന്ന് പറഞ്ഞ് കോളേജ് സ്റ്റുഡൻസ് ആവും. ഓക്കെ, അപ്പം അതുകൊണ്ട് വളരെ സ്പീഡിലാണ് സമയം പോകുന്നത്. നമുക്ക് വേസ്റ്റ് ആക്കാൻ ടൈമില്ല. അപ്പം നിങ്ങളിപ്പോഴേ പഠിച്ച് തുടങ്ങിക്കോളൂ. കാരണം നിങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ടേം 1 നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആയിരുന്നു പഠിക്കാനുള്ളത്. ആദ്യത്തെ 1 to 5 ചാപ്റ്റേഴ്സ് ആയിരുന്നു നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് സെക്കൻഡ് ടേം, അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരുന്നത് 4 ചാപ്റ്റർ ആണ്. പക്ഷെ ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ചാപ്റ്ററിന്റെ ലെങ്ത് ആയിക്കോട്ടെ ഒരു കുറവും ഇല്ല. ഓക്കെ, അപ്പൊ ആകെ കുറച്ച് കുറവെന്ന് പറയുന്നത് കൺട്രോളിങ്ങിന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം വലിയ ചാപ്റ്റേഴ്സ് ആണ്. മെയിൻ എസ്സേസ് എല്ലാ പ്രാവശ്യവും മെയിൻ എക്സാമിനും അതുപോലെ തന്നെ മോഡലിനും ക്രിസ്മസിനും ഒക്കെ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ടേമിൽ നമ്മൾ പഠിച്ചത്. അതായത് 6, 7, 8, 9 സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ എല്ലാവരും ഒരു പേടി സ്വപ്നമാണ്. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കത് ഡീൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഈ ടേം 2 മാത്രമാണോ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ടേം 1 കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പം ആദ്യത്തെ ഈ ഒരു 5 ചാപ്റ്റർ നിങ്ങൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് തന്നെ മറക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് റിവൈസ് ചെയ്ത് വിട്ടോളൂ. കാരണം മെയിൻ മാർക്ക് ഫോക്കസ് ചെയ്യുന്ന ടേം 2 ചാപ്റ്റേഴ്സിനാണെങ്കിൽ പോലും ടേം 1 അതിൻ്റെതായിട്ടുള്ള വെയിറ്റേജ് ഉണ്ട്. അപ്പം അത് എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും. പിന്നെ ചില സ്കൂളുകളിലൊക്കെ ഇതായിരിക്കും സി മാർക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ പഠിച്ചിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. നിങ്ങൾ ക്രിസ്മസ് എക്സാം ചുമ്മാ ഒരു ഭാഗ്യ പരീക്ഷണം എന്ന രീതിയിൽ നിങ്ങൾ പോയി എഴുതരുത്. കാരണം നിങ്ങൾ +2 സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇനി വേറെ ചാൻസസോ കാര്യങ്ങളൊന്നുമില്ല. +1 ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നെങ്കിലും പറയാം. +2 അതില്ല, സപ്ലി ആയിരിക്കും നമുക്കുള്ളത്. അപ്പം അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ പോവില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ നിങ്ങൾ തന്നെ പരിശ്രമിക്കണം. ഓക്കെ, നമുക്ക് ചെയ്തു തരാൻ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ എന്ത് കണ്ടന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് എന്താണോ വേണ്ട, നിങ്ങളുടെ സബ്ജക്ട് ബേസ്ഡ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ടാണ് ഇവിടെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ എല്ലാ സബ്ജക്ട്സും നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് നമുക്ക് വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾ മിസ് ഇന്ന സംഭവം അല്ലെങ്കിൽ ഇന്ന ടോപ്പിക് എടുത്തു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ കുട്ടി പഠിക്കാനിരുന്നു അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങി എന്ന് നമുക്കറിയാം അല്ലെ. അങ്ങനെ നിങ്ങൾ എല്ലാവരും ഒന്ന് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്ക് തന്നെ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓണപരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ സ്റ്റുഡൻസ് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രതീക്ഷ തന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രതീക്ഷ ഉള്ളത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ആണ്. അപ്പം ഈ ഒരു എക്സാമിന് നല്ല മാർക്ക് മേടിച്ച് തന്നെ കാണിക്കുക. നിങ്ങളുടെ പാരൻസിനെ നിങ്ങളുടെ ടീച്ചേഴ്സിനെയൊക്കെ പ്രൗഡ് ആക്കുക. അപ്പം ഈ ഒരു ചാൻസ് നിങ്ങൾ വെറുതെ കളയരുത്. ആൻഡ് നിങ്ങളുടെ ഒരു സ്കൂളിംഗ് ടൈമിലെ അവസാനത്തെ ഒരു എക്സാം ആണ്. അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എഴുതുക. അവസാനത്തെ എക്സാം ഇൻ ദ സെൻസ് ഇനി ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞൊന്നുമില്ല. കോളേജിൽ കയറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് എഴുതിയാലോ ഒന്നും ഇനി ക്രിസ്മസ് എക്സാം എന്നൊന്നും പറഞ്ഞൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു സ്കൂൾ ജീവിതത്തിലെ അവസാനത്തെ ക്രിസ്മസ് എക്സാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ പോയി എഴുതുക. പിന്നെ അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാം, ഇപ്പം നിങ്ങൾ ഈ ക്രിസ്മസ് എക്സാം നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ +1 കൂടെ നിങ്ങൾക്ക് അറ്റ് ദ സെയിം ടൈം ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജാനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിവിഷൻ ഉള്ള സമയമാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം റീസെന്റ് പഠിച്ച സാധനമായതുകൊണ്ട് നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തലയിൽ നിന്നോളൂ. പക്ഷെ +1 പിന്നെ നിങ്ങൾക്ക് പഠിക്കാനിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും കൂടെ സമയം നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കാണും. അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് എക്സാം സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത്. കാരണം 5 ചാപ്റ്റർ ആദ്യത്തെ ടേമിൽ കഴിഞ്ഞു. ഓക്കെ, പിന്നെ വരുന്നത് 4 ചാപ്റ്റർ ആണ്. 5, 6, 7, 8, 9 ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് 9 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ടോട്ടൽ 9 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എന്തുള്ളത് ഈ ഒരു ഇയറിൽ, അതായത് 2025 നമ്മൾ പഠിച്ചു കഴിയുന്നത്. ഓക്കെ, പിന്നെ 2 ചാപ്റ്ററും കൂടെ നമുക്കുള്ളൂ. ആ ഒരു 2 ചാപ്റ്റർ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അടുത്ത മാസം നമ്മൾ പഠിക്കും. അടുത്ത മാസം ഇൻ ദ സെൻസ് ഡിസംബർ അല്ലെങ്കിൽ ജാനുവരിക്കുള്ളിൽ നമ്മൾ പഠിച്ചു തീർക്കും അല്ലെ. അപ്പം പിന്നെ അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഇവിടെ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്, നിങ്ങൾക്ക് +1 കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നവരാണെങ്കിൽ. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇപ്പോഴേ നന്നായിട്ട് പഠിക്കുക. നമുക്ക് വെറുതെ വേസ്റ്റ് ചെയ്യാനായിട്ട് സമയമില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ഒന്നിച്ചിരുന്ന് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ച് പോകരുത്. നിങ്ങൾക്ക് ബാച്ചിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ മിസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം.
അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും ഇത് അറിയത്തില്ലെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് കട്ടിരുന്ന് പഠിക്കാതെ നിങ്ങൾ ബാക്കി ഫ്രണ്ട്സിനെയും കൂടെ നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക. നമ്മളൊരിക്കലും നമ്മളെ ഹെൽപ്പ് ചെയ്ത ഫ്രണ്ട്സിനെ ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. ഞാനൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിതുപോലെ കലോത്സവം സ്പോർട്സിനൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് അറിയാം നമുക്ക് ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമുക്കിതുപോലെ പറഞ്ഞു തരുന്നതും അല്ലെങ്കിൽ നമ്മളെ പഠിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരെ ഒന്നും നമ്മൾ മറക്കില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരാളായി മാറുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കലോത്സവമൊക്കെ കാരണം അല്ലെങ്കിൽ സ്പോർട്സ് ഒക്കെ കാരണം ക്ലാസ്സുകളൊന്നും കിട്ടാതെ ഇനി എന്ത് ചെയ്യും എന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഫ്രണ്ട്സിനെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവര് എത്രയൊക്കെ നാൾ കഴിഞ്ഞാലും അവർ മറക്കില്ല. അവർ പറയും ആ സമയത്ത് ഞാനിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നപ്പോഴത്തേക്ക് ഇവനായിരുന്നു എനിക്ക് ക്ലാസ്സുകളൊക്കെ അയച്ചു തന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടെ ഒന്നിച്ചിരുന്ന് പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തത് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു നല്ല മനുഷ്യരായി ജീവിക്കുക. അപ്പം നിങ്ങൾക്ക് ഇനി വേസ്റ്റ് ചെയ്യാനായിട്ട് സമയമില്ല. ഇപ്പം തന്നെ തുടങ്ങിക്കോ, നിങ്ങൾ പഠിത്തം ഇപ്പം തന്നെ തുടങ്ങിക്കോ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതെങ്ങനെ പഠിച്ചാൽ ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ രീതിയിൽ പഠിച്ചാലായിരിക്കും തീരുന്നതെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൺസേൺസ്, നിങ്ങളുടെ വിഷമങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യും അറിയില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതിനനുസരിച്ചുള്ള വീഡിയോസും കണ്ടന്റും ഒക്കെ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇരുന്ന് പഠിച്ചു തുടങ്ങുക. ഇത് ബിസിനസ് സ്റ്റഡീസിന് മാത്രമാണ് 9 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ബാക്കി സബ്ജക്ട്സിന്റെ കാര്യം പറയണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങളത് കൗണ്ട് ചെയ്തിട്ട് ഇപ്പം തന്നെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ടിരുന്ന് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സുകളിൽ വെച്ച് കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്, ബൈ.